തൊടുപുഴ ജില്ലാ ആയുർവേദ ആശുപത്രിയോടനുബന്ധിച്ച് നിർമ്മിക്കുന്ന സ്പോർട്സ് ആയുർവേദ റിസർച്ച് സെല്ലിന്റെ പുതിയ കെട്ടിടത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായി. നാഷണൽ ആയുഷ് മിഷനിൽ നിന്നും 1 കോടിയാണ് നിർമ്മാണത്തിനായി വിനിയോഗിച്ചത്. റവന്യൂ വകുപ്പ് വിട്ടു നൽകിയ 43.24 സെന്റ് പുറമ്പോക്ക് ഭൂമിയിലാണ് കെട്ടിടം നിർമ്മിച്ചത്. തൊടുപുഴ ജില്ലാ ആയുർവേദ ആശുപത്രിയോടനുബന്ധിച്ച് 2009 കായിക താരങ്ങളുടെ ചികിത്സയ്ക്കും മറ്റുമായി സ്പോർട്സ് ആയുർവേദ റിസർച്ച് സെൽ പ്രവർത്തനം ആരംഭിച്ചത്. ദേശീയ അന്തർദേശീയ കായിക താരങ്ങളടക്കം ആയിരക്കണക്കിന് പേരാണ് ഇവിടെ ചികിത്സ തേടി പരിക്കുകളിൽ നിന്നും മുക്തരായത്. രാജ്യത്തിനകത്തും പുറത്തുനിന്നുമുള്ള പ്രമുഖ കായിക താരങ്ങളടക്കം ഇവിടെ ചികിത്സ തേടിയിരുന്നു. ഇതോടെ കായിക ചികിത്സാ വിഭാഗത്തിനായി ആധുനിക സൗകര്യങ്ങളുള്ള കെട്ടിടം വേണമെന്ന ആവശ്യവും ശക്തമായിരുന്നു. നിലവിലുണ്ടായിരുന്ന ആശുപത്രി കെട്ടിടത്തിലെ പരിമിതമായ സൗകര്യത്തിലാണ് സ്പോർട്സ് ആയുർവേദ സെൽ പ്രവർത്തിച്ചു വരുന്നത്. ഇതിനായി പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്നുള്ള ആവശ്യം ഇവിടെ ചികിത്സയ്ക്കെത്തിയ കായിക താരങ്ങളടക്കം ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് സ്പോർട്സ് വിഭാഗത്തിനായി ആധുനിക സൗകര്യങ്ങളോടെ കെട്ടിടം നിർമ്മിക്കുന്നതിനായി നിർദ്ദേശങ്ങളടങ്ങിയ വിശദമായ റിപ്പോർട്ട് ആശുപത്രി അധികൃതർ സർക്കാരിന് സമർപ്പിച്ചു. ജില്ലയിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കായിക ചികിത്സാ കേന്ദ്രം ആരംഭിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ നടപടിക്രമങ്ങൾ വൈകിയതിനാൽ 2 വർഷം മുമ്പെങ്കിലും നിർമ്മാണം പൂർത്തിയാക്കേണ്ട സ്ഥാപനം വൈകിയാണ് അനുമതി ലഭിച്ചത്. 5 നിലയുള്ള കെട്ടിടം നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. നിലവിൽ 1 നിലയാണ് നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. പൂർത്തിയായ കെട്ടിടത്തിൽ 3 OP മുറികൾ, ഫാർമസി, രോഗികൾക്കുള്ള വിശ്രമമുറി, ടോയ്ലറ്റുകൾ എന്നിവയ്ക്കുള്ള സൗകര്യങ്ങളാണ് ഉള്ളത്. ദേശീയ ആയുഷ് മിഷനിൽ നിന്നുള്ള ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് മുകൾ നിലയ്ക്കുള്ള നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. മുകൾ നിലകളിൽ കിടത്തി ചികിത്സിക്കാനുള്ള മുറികൾ, ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ, ഓപ്പൺ ജിം എന്നിവയും ആരംഭിക്കും. സ്പോർട്സ് ആയുർവേദിക് സെൽ കൺവീനർ ഡോക്ടർ R. വിനീത്, കോർഡിനേറ്റർ ഡോക്ടർ അനുപ്രിയ P. മണി എന്നിവരാണ് കായിക ചികിത്സാ വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത്. 1 മാസത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കും എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പം നിൽക്കുന്നത്. ദേശീയ അന്തർദേശീയ താരങ്ങളൊക്കെ ഇവിടെ ചികിത്സയ്ക്കായിട്ട് എത്തുന്നുണ്ട്. ഫലപ്രദമായ ചികിത്സ നമുക്ക് കൊടുക്കാനും സാധിക്കുന്നുണ്ട്. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ സാർക്ക് യൂണിറ്റ് വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്ര സൗകര്യപ്രദമായ ഒരു ബിൽഡിംഗ് അവർക്ക് ഇപ്പോൾ നിലവിലില്ല എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. നിർമ്മാണം പൂർത്തിയായ കെട്ടിടത്തിൽ OP വിഭാഗം ഉൾപ്പെടെയുള്ള പ്രവർത്തനം ഉടൻ ആരംഭിക്കാനുള്ള നീക്കത്തിലാണ് അധികൃതർ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അറ്റ്ലസ് ഷോറൂമുകളിലെ ഫ്ലാറ്റ് 30% ഡിസ്കൗണ്ട് സെയിൽ 10 ദിവസം കൂടി നീട്ടിയിരിക്കുന്നു. കസ്റ്റമേഴ്സിന്റെ അഭ്യർത്ഥന പ്രകാരം കേരളത്തിലുടനീളമുള്ള അറ്റ്ലസ് ഷോറൂമുകളിൽ നടന്നു വന്നിരുന്ന ഫ്ലാറ്റ് 30% ഡിസ്കൗണ്ട് സെയിൽ മെയ് 1 മുതൽ 10 വരെ നീട്ടിയിരിക്കുന്നു. ഈ സുവർണാവസരം എല്ലാ പ്രിയപ്പെട്ട ഉപഭോക്താക്കളും പരമാവധി പ്രയോജനപ്പെടുത്തൂ. അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. തൊടുപുഴ, മൂവാറ്റുപുഴ, കോതമംഗലം, പെരുമ്പാവൂർ, അങ്കമാലി, ചാലക്കുടി, തൃപ്രയാർ, ഇരിഞ്ഞാലക്കുട, കാഞ്ഞിരപ്പള്ളി.